കായംകുളം സഹകരണ സ്പിന്നിംഗ് മില്ലിന് തച്ചടി പ്രഭാകരന്റെ പേര് നൽകണമെന്ന് UDF നിയോജകമണ്ഡലം പ്രവർത്തക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യവസായ സംരംഭങ്ങൾ വളരെ കുറവായിരുന്ന കായംകുളത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് തച്ചടി പ്രഭാകരനാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. കരിയിലക്കുളങ്ങരയിലെ സഹകരണ സ്പിന്നിംഗ് മില്ലിന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ ശില്പികളിൽ ഒരാളായ തച്ചടി പ്രഭാകരന്റെ പേര് നൽകണമെന്ന് UDF കായംകുളം നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പത്തിയൂരിൽ ജനിച്ച തച്ചടി പ്രഭാകരൻ പത്തിയൂർ വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിലൂടെ സഹകരണ രംഗത്ത് പ്രവർത്തനം ആരംഭിച്ച് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായും സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായും കയർഫെഡ് ചെയർമാനായും സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനായും ദേശീയ സഹകരണ യൂണിയൻ വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു. ഇങ്ങനെ കേരളത്തിന്റെ സഹകരണ മേഖലയെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ച നേതാവായിരുന്നു തച്ചടി പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് ആദരസൂചകമായി മില്ലിന് തച്ചടി പ്രഭാകരൻ സ്മാരക സ്പിന്നിംഗ് മിൽ എന്ന് നാമകരണം ചെയ്യണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് അതുല്യമായ സംഭാവനകൾ നൽകിയ സഹകരണ മേഖലയിലെ കുലപതിയായിരുന്നു കേരളത്തിന്റെ മുൻ ധനമന്ത്രി ശ്രീ തച്ചടി പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കാലത്ത് ആണ് പ്രവർത്തന മികവ് കൊണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഇന്ന് 2 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള പ്രസ്ഥാനമായി സഹകരണ രംഗം മാറിയത്. കേരളത്തിൽ സംസ്ഥാന സഹകരണ ബാങ്കിന് പോലും അക്കാലത്ത് 10 നിലയിലുള്ള ഒരു കെട്ടിടം പണിതുയർത്തിക്കൊണ്ട് സഹകരണ മേഖലയുടെ അഭിമാനം ഉയർത്തിക്കാട്ടിയ നേതാവായിരുന്നു അദ്ദേഹം. മികച്ച സഹകാരിയായി പത്തിയൂരിലെ സഹകരണ രംഗത്തു നിന്നും പഞ്ചായത്ത് അംഗമെന്ന നിലയിലും പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് അദ്ദേഹം ഉന്നതമായ പടവുകളിലേക്ക് കയറി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി. അതുപോലെ തന്നെ അദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി, അതിനുമുമ്പ് ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റായി. അദ്ദേഹം ധനമന്ത്രിയായിരിക്കുമ്പോഴാണ് UDFന്റെ ഭരണകാലത്ത് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു സഹകരണ സ്പിന്നിംഗ് മിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അത് കായംകുളത്ത് കരിയിലക്കുളങ്ങരയിൽ സ്ഥാപിക്കുവാൻ, തന്റെ ജന്മനാട്ടിൽ സ്ഥാപിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാൻ അതുവഴി കഴിഞ്ഞു. കേരളത്തിന്റെ വ്യാവസായിക രംഗത്തെ സഹകരണ മേഖലയുമായി ബന്ധിപ്പിച്ച് ഉജ്ജ്വലമായ സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ വലിയ അഭിമാന സ്തംഭമായി കായംകുളത്ത് പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ സഹകരണ സ്പിന്നിംഗ് മില്ലിന് ശ്രീ തച്ചടി പ്രഭാകരൻ എന്ന സഹകരണ മേഖലയിലെ കുലപതിയായ നേതാവിന്റെ പേര് ഇടണമെന്ന് UDFന്റെ കായംകുളം നിയോജകമണ്ഡലം പ്രവർത്തക സമ്മേളനം പ്രമേയം പാസാക്കി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അത് ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M. ലിജുവിന്റെ സാന്നിധ്യത്തിലാണ് ആ യോഗം ചേർന്നത്. അദ്ദേഹത്തോട് യോഗം അത് ആവശ്യപ്പെടുകയുണ്ടായി. അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുമുണ്ട്. വരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ശ്രീ തച്ചടി പ്രഭാകരന്റെ പേര് സഹകരണ സ്പിന്നിംഗ് മില്ലിന് കരിയിലക്കുളങ്ങളിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന് അദ്ദേഹത്തിന്റെ പേര് ഇട്ട് പുനർനാമകരണം ചെയ്ത് തച്ചടി പ്രഭാകരൻ സ്മാരക സ്പിന്നിംഗ് മില്ല് എന്ന പേര് ഇട്ട് പുനർനാമകരണം ചെയ്യും എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആ വിവരം അറിയും. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജുവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന UDF നിയോജക മണ്ഡലം പ്രവർത്തക സമ്മേളനത്തിലാണ് പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ പ്രമേയം അവതരിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ M. കബീർ പിന്തുണച്ചു. CDNet ന്യൂസ് കായംകുളം.